നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിന് ഈ വ്യക്തി എത്ര മാപ്പ് പറയാനും തയ്യാറാണ്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും എപ്പോഴാണോ ഈ വ്യക്തി അകന്നു പോയത്, ആ ഒരു കുറച്ചു കാലഘട്ടത്തേക്ക് ഈ വ്യക്തി വളരെ സന്തോഷത്തിലായിരുന്നു. ഈ വ്യക്തിയുടെ കൂടെയുള്ള സാഹചര്യമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അവരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഈ വ്യക്തിക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രയാണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി ആ ഒരു സമയത്തൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒന്നിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അടുത്തപ്പോൾ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇല്ലായ്മകൾ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ കുറവുകൾ എല്ലാം തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ് കാണപ്പെടുന്നത്. അതിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ അടിസ്ഥാനപരമായ സന്തോഷവും നേട്ടവും വിജയവും എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായി ഒരുമിച്ച് സംസാരിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകാനൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരാനൊക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടൊന്നും തന്നെ ഈ വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം മാത്രമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്ന സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റുകൾ എന്തൊക്കെയാണോ അത് ഓരോന്നായി മാപ്പ് പറഞ്ഞുകൊണ്ട് സമാധാനപരമായിട്ടുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പ്രണയം വീണ്ടും ജനിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ ഈ വ്യക്തി എന്താ പറയാ നിങ്ങളുമായി ബ്രേക്കപ്പ് ആയപ്പോൾ ഈ വ്യക്തി എന്താ പറയാ ഒരു ഇരുട്ടിലേക്കാണ് ഈ വ്യക്തി പോയത്. ഇരുട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തി പോയത് ബ്രേക്കപ്പ് ആയപ്പോൾ. പക്ഷെ അത് ഒരു അവസാനമായിരുന്നു. പക്ഷെ അത് പുതിയതിന്റെ ഒരു തുടക്കം കൂടിയായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്യാൻ ഈ വ്യക്തി നന്നായി ആഗ്രഹിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് സമാധാനം മതി എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് ഇവിടെ പലതരത്തിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ജീവിതമൊക്കെയാണ്, ഒരുമിച്ചുള്ളൊരു ജീവിതമൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.
അതിൽ പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പല പ്രവർത്തികളും അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങളും ഈ വ്യക്തിക്ക് മര്യാദക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതെല്ലാം സത്യസന്ധമായ കാര്യം തന്നെയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് ചില പരാജയങ്ങളും അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഈ വ്യക്തി നിങ്ങളെയാണ് ഓർത്തത്. കാരണം ഈ വ്യക്തിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഈ വ്യക്തി നന്നായി തന്നെ ഒരു ആശ്വാസവാക്ക് ഈ വ്യക്തി തേടുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ എന്തായാലും നിങ്ങളെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ വ്യക്തിക്ക് വേണമെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അത് മാത്രമല്ല, പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഇനി മറ്റാരുടെയും എന്താ പറയാ, അതെ, മറ്റാരുടെയും താല്പര്യം അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മറ്റാരും ഒരിക്കലും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് താൻ തേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലെ പോസിറ്റീവ് എനർജി അത് ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. ഈ വ്യക്തി ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പാടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങളുമായിട്ട് ഒരുമിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അത് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷന്റെ പ്രത്യേകതയെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതായത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഏത് തരത്തിലുള്ള ബന്ധമാണ്? ഇത് സാധാരണ മറ്റെല്ലാവരും കാണുന്ന വിധത്തിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു ബന്ധമാണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ എന്താ പറയാ, നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം അത് മാത്രമാണ് ഈ വ്യക്തി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സോൾമേറ്റ് കണക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷന്റെ ഒക്കെ പ്രാധാന്യത്തെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു പക്ഷെ ഈ വ്യക്തി ആത്മീയപരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. മറ്റൊരുപാട് വ്യക്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ പോലും അവരുമായിട്ടൊന്നും ഈ വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാകുന്നില്ല. അത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വ്യക്തികളുമായിട്ട് ഈ വ്യക്തി കൂട്ടുകൂടുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരെയും തന്നെ മാറ്റി നിർത്താൻ ഈ വ്യക്തി തയ്യാറാവുകയാണ്. കാരണം അവരിൽ നിന്നും അങ്ങനെ വേണ്ടുന്നത്ര സഹായവും സന്തോഷവും സമാധാനവും ഇമോഷണൽ സപ്പോർട്ടും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വായന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസം നേരുന്നു. ഗോഡ് ബ്ലസ് യു.